അങ്ങനെ നമ്മൾ ഇന്നലത്തെ പമ്പിലത്തെ നമ്മുടെ ഉറക്കെല്ലാം അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ്. ഓക്കെ, ഈ പുള്ളിക്കാരന് സേലവും തമിഴ്നാടൊക്കെ അറിയാട്ടോ. ഓക്കെ ബ്രോ, താങ്ക് യു താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇവരൊക്കെയാണ് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ നമ്മളോട് പമ്പ് ഇവിടെയാണ് നമ്മൾ കിടന്നേ. നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ ഹെഡ് ചെയ്യാൻ പോകുന്നത് ലുധിയാന. ഓക്കെ, ഞങ്ങൾ രാവിലെ എഞ്ച് നോക്കുമ്പോൾ ഇത് മൊത്തം ഇന്നലെ രാത്രി അത്യാവശ്യം ഗോതമ്പ് പാടായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ എഞ്ച് നോക്കുമ്പോൾ മൊത്തം അവർ അലക്കി. ഇതുപോലെ നടന്ന ഗോതമ്പ്, അത് മൊത്തം ഗോതമ്പാണ് കേട്ടോ. നോക്കിയേ, ഇവിടെ മാത്രമല്ല ഫുള്ളും ഗോതമ്പ് കൃഷിയുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം ഗൈസ്. നേരെ ലുധിയാനയിലേക്ക് പോകണം. ലുധിയാനയിലേക്ക് പോകേണ്ട ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഗോപ്രോൻ്റെ സ്റ്റിക്കിൻ്റെ ആയാലും അതേപോലെ തന്നെ ഹെൽമെറ്റ് മൗണ്ടിൻ്റെ ആയാലും ഈ കാലൊടിഞ്ഞു രണ്ടിൻ്റെ. അതെ, കാല് ചെറിയ പോർഷൻ മാത്രം ഒടിഞ്ഞു. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ ലുധിയാനയിൽ പോയി കഴിഞ്ഞാൽ ഗോപ്രോൻ്റെ ആക്സസറീസൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലുധിയാനയിൽ ഹെഡ് ചെയ്യണത്. ലുധിയാനയിൽ നമ്മൾ വലുതായിട്ട് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനൊന്നുമില്ല. ഇനി അറിയില്ല, അവിടെ എത്തിയിട്ട് വേണം നമുക്ക് നോക്കാനും കണ്ടുപിടിക്കാനൊക്കെ. അപ്പോൾ എന്തായാലും ലുധിയാനയിലേക്കുള്ള കാഴ്ചകളിലോട്ട് കിടക്കാം ഗൈസ്. ഇവിടെ ഫുള്ളി വണ്ടി ഗൈസ്. നോക്കിയാൽ നിങ്ങൾ ഡബിൾ ട്രെയിലറൊക്കെ കണക്ട് ചെയ്ത് പോണേ. ഏതൊക്കെ കളിയില്ലേ, ഫസ്റ്റ് ട്രാക്ടർ, പിന്നെ മിഷ്യൻ, പിന്നെ ട്രെയിലർ, വീണ്ടും ട്രെയിലർ. ഏതൊക്കെ കളിയില്ലേ. ഇത് മുമ്പിലേക്ക് ഓടിക്കാൻ സുഖ. ഇത് റിവേഴ്സ് എടുക്കുമ്പോഴാണ് മോനെ 3 സെക്ഷനാണ് ബാക്കിലേക്ക്. ഏത് സീനില്ലേ. ഇവിടെ നമ്മൾ ട്രെയിലറിനെ റിവേഴ്സ് എടുക്കുമ്പോൾ ചിന്തിക്കണാണ് ഒരു ഒറ്റ പീസുള്ള ബാക്കിലേക്ക്. ഇത് 3 പീസ് കിടക്കണേ, 3 ട്രെയിലേഴ്സ് ബാക്കിൽ. അത് അറിയാലോ, നമ്മൾ വലത്തോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ വെട്ടി ഇടത്തോട്ട് പോവും, നടുക്കിലത്തെ വെട്ടി വലത്തോട്ട് പോവും, ഏറ്റവും ലാസ്റ്റ് വെട്ടി ഇടത്തോട്ട് പോവും. അങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ഷൻ വരുന്നത് ഗൈസ്. ഓക്കെ, ഇവിടെ ഫുള്ളി വണ്ടികളവിടെ, ഫുള്ള് കൃഷി റിലേറ്റഡ് ആയിട്ടുള്ള വണ്ടികൾ, കാര്യങ്ങൾ. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ ട്രാക്ടേഴ്സും പിന്നെ ഈ പോണ വണ്ടിയാണോ നിങ്ങൾ, കൊയ്ത്ത് മിഷീൻ്റെ വണ്ടി. ഈ സാധനമാണ് ഗൈസ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത്. എന്തോരം ആണെന്ന് പറയും, എന്തോരം. അതിൻ്റെ ടയർ സൈസൊക്കെ നോക്കിയേ, എൻ്റെ മോനെ. ഏതാ മൂടിയില്ലേ, അങ്ങ് ആകാശത്തിരുന്നിട്ടാണ് ആ വണ്ടി ഓടിക്കണേ. പിന്നെ ഇന്നലെ നമ്മളൊരു പോലീസുകാരനൊക്കെ പരിചയപ്പെട്ടു കേട്ടോ. നമ്മൾ ടെൻ്റൊക്കെ അടിച്ചിട്ട് നിൽക്കണുണ്ടായപ്പോൾ ഒരു പുള്ളിക്കാരൻ നമ്മളായിട്ട് സംസാരിച്ചു. അങ്ങനെ തോട ഹിന്ദി, തോട ഇംഗ്ലീഷ്, ആ പുള്ളി സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചു. അവൾ വെറുതെ ചോദിച്ചു, സാർ അല്ലേ ബ്രോ ഇവിടെ ഇതർ സേഫ് ആണോ, നോ പ്രോബ്ലം എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു ഞാനിവിടുത്തെ പോലീസാണെന്ന് പറഞ്ഞിട്ട് ആളുടെ ഐഡിയ കാണിച്ചു തന്നു. അതിവിടുത്തെ ലോക്കൽ സ്റ്റേഷനിലെ പോലീസാണ്, നിങ്ങൾക്ക് എന്ത് സീനുണ്ടെങ്കിലും വിളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ നമ്പറൊക്കെ നമുക്ക് തന്നു. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വിളിച്ചോ, ഇവിടെ സേഫാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയുക, അൺഫോർച്ചുനേറ്റ്ലി എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി, ഒരു പ്രോബ്ലം ഇല്ല. എന്നിട്ടാണ് ആൾ തൊട്ടടുത്ത പമ്പിലത്തും ഞങ്ങളുടെ ബാക്കിലത്തെ പമ്പിലത്തെ ഓണേഴ്സിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. ഓണർ വലിയ ഡോണാ, മാലിക് എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരൻ. അത് ഇവിടുത്തെ കൊലയാ. പുള്ളിക്കാരനും നമ്മൾ ഭയങ്കര സപ്പോർട്ട് ചെയ്തു. നിങ്ങളൊരു പേടിയും പേടിക്കണ്ട, നിങ്ങളുടെ ഒരു സാധനം പോലില്ല, ഞാനുണ്ട്, അങ്ങനത്തെ ഒരു മൂഡ്. അങ്ങനെ പിന്നെ അത് കാരണം സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. മറ്റേ നമുക്ക് ടെൻഷനാ ടെൻറ്റ് എടുക്കുമ്പോൾ. നമ്മുടെ ക്യാമറയും ഫോണൊക്കെ ഉള്ള കാരണം. നോക്കിയാൽ നിങ്ങൾ ഇത് കണ്ടു, നമ്മുടെ നാട്ടില് ട്രാക്ടറിന് ഇത്രയും വലിയൊരു ട്രെയിലർ നോക്കിയേ. ഏതാ മൂഡിലിവിടെ ഫുള്ള് യൂട്ടിലൈസിങ് ആണ് കേട്ടോ. അങ്ങനെ എന്നിട്ട് പുള്ളിക്കാരെ നമുക്ക് ഭയങ്കര സപ്പോർട്ടൊക്കെ ആയിരുന്നു. അങ്ങനെ നല്ല രസമായിട്ട് ഉറങ്ങാൻ പറ്റി ഗൈസ്. പിന്നെ ഇന്നലെ നമ്മൾ തന്നെ കുക്ക് ചെയ്തൊക്കെ വെച്ച കാരണം അത്യാവശ്യം വയറൊക്കെ നല്ല ഫുള്ളായിരുന്നു. അങ്ങനെ ഇന്നലെ ഫുൾ സാറ്റിസ്ഫൈഡ് ഡേ ആയിരുന്നു ഗൈസ്. ഫുള്ള് ഗോതമ്പ് പക്ഷോ എന്തോരം നോക്കിയേ, 2 സൈഡും ഗോതമ്പ് കൃഷിയാ. ഏതാ മൂടില്ലേ. നമ്മുടെ പഞ്ചാബിലെ പോലീസിന്റെ വണ്ടി നിങ്ങൾ ശ്രദ്ധിച്ചാ, ഞാൻ കാണാണെങ്കിൽ കാണിച്ചു തരാം ഗൈസ്. മക്കളെ ഹൈലക്സ് ആണ് ഇവിടുത്തെ കിറുക്കന്മാരുടെ വണ്ടി. കണ്ടപ്പോ ഞെട്ടിപ്പോയി. ഏത് സെറ്റപ്പില് പഞ്ചാബ് സീന്. ഹൈലക്സ് ഓൾമോസ്റ്റ് ഒരു 55 to 65 lakhs ഓൾമോസ്റ്റ് വരുന്നുണ്ട്. എന്തൊക്കെ കളിയില്ലേ. നമ്മളവിടെയൊക്കെ സുമോയും ജീപ്പ് ഓടുന്നതേ, പിന്നെ എന്നിട്ട് പോലെ ഇറവും. ഇവിടെ ഹൈലക്സ് ആണ് മക്കളെ, ഹൈലക്സ്. ഞാൻ കഴിഞ്ഞ അവിടെ 2-3 വണ്ടി കിടക്കണ്ടായി. ഞാൻ അപ്പോഴേക്കും ക്യാമറ ഓണാക്കാൻ പറ്റിയില്ല, ഫുൾ തിരക്കിൻ്റെ ഇടയിൽ നടന്നു. ഞാൻ ഇനി കാണുകയാണെങ്കിൽ കാണിച്ചു തരാം ഗൈസ്. നിങ്ങൾ പിന്നെ ലുധിയാനയ്ക്ക് ഒരു 45-50 കിലോമീറ്റർ ഉള്ളോട്ടാ. ഞങ്ങളവിടെ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇന്നവിടെ സ്റ്റക്കാവും. എനിക്കാണെങ്കിൽ കുറച്ച് എഡിറ്റിങ് കാര്യങ്ങളുണ്ട്, പിന്നെ സാധനങ്ങൾ വാങ്ങിക്കണം, എല്ലാം കൂടി ആയിട്ട് സ്റ്റക്കാ.
അപ്പോൾ ഇന്നോടെ റൂം എടുത്ത് ഇന്നോടെ സ്റ്റേ ചെയ്യും. ലുധിയാന ചെറുതായിട്ടൊന്നും എക്സ്പ്ലോർ ഇല്ല തോന്നുന്നു, എന്നാലും ചെറുതായിട്ട് സിറ്റി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. അതുപോലെ ഗോപ്രോൻ്റെ ആക്സസറീസ് വാങ്ങിക്കാൻ പോകണമെന്ന് നമുക്ക് കാണാം. ഓക്കെ, നമ്മളൊരു 40-45 കിലോമീറ്റർ അത് കഴിഞ്ഞാൽ ലുധിയാന എത്തും. മേക്ക് മൈ ട്രിപ്പ് വഴി നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. നല്ലൊരു കരിമ്പിൻ ജ്യൂസ് കണ്ട് അടിക്കണം സുഹൃത്തുക്കളെ, നല്ല ചൂടുണ്ടേ. നമ്മളത് ഒരു കരിമ്പിൻ ജ്യൂസൊക്കെ അടിച്ചു കേട്ടോ. നിങ്ങളാരെയും ഈ നോർത്തേക്കൊക്കെ ട്രിപ്പ് വരുമ്പോൾ നിംബു സർബത്ത് കുടിക്കായാലും കരിമ്പിൻ ജ്യൂസ് കുടിക്കായാലും പ്രത്യേകം എടുത്ത് പറയണം നോ മസാല എന്ന്. അല്ലെങ്കിൽ ഇവരൊരു സാധനം കിട്ടരും പോലെ നമ്മുടെ പുഴക്കിൽ പാടത്തെ കനാലിൻ്റെ ടേസ്റ്റ്, കനാലിൻ്റെ മണമുള്ളൊരു സാധനം, ഒരു പൊടി. അത് നമ്മുടെ വയ കയറി കഴിഞ്ഞാൽ ഒരു ചാലിൻ്റെ മണം ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു റിലേറ്റബിൾ ആയിട്ടുള്ളൊരു സാധനം നമുക്ക് കിട്ടുക, ഒരു പൊട്ട മസാല. ഇവർക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇവർ ആ മസാല ഇല്ലാണ്ട് ഈ കരിമ്പിൻ ജ്യൂസും അതേപോലെ തന്നെ മറ്റേ നിംബു നമ്മുടെ നാരങ്ങ സോഡ ഒന്നും കുടിക്കില്ല. ഇവർക്ക് എല്ലാത്തിലും മസാല വേണം. നമ്മൾ ഈ സാധനം കുടിച്ച് ഛർദ്ദിക്കും, നമ്മുടെ വയറിനും പറ്റില്ല. അങ്ങനത്തെ ഒരു വൃത്തിയായിട്ട മസാലയാണ് സുഹൃത്തുക്കളത്. അപ്പോൾ അതാ നിങ്ങൾ ശ്രദ്ധിച്ചോട്ടാ, ഞങ്ങൾക്ക് ഒരു വട്ടം പണി കിട്ടിയതാ. പിന്നെ എപ്പോഴും ഞങ്ങൾ കുടിക്കുമ്പോൾ പറയും നോ മസാല, നോ മസാല. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചോ. കരിമ്പിൻ ജ്യൂസൊക്കെ കുടിച്ചു, സെറ്റായി. നമ്മളങ്ങനെ വീലുകളുടെ സ്ഥലത്ത് എത്തിയിരിക്കണ്ട. നോക്കിയേ വണ്ടിയുടെ വീല് മറക്കണ വെച്ചേ, വണ്ടി മറക്കണ വീലേതാ മറക്കണ നോക്കിയേ, താറിനേക്കാളും വലിപ്പാട്ട വീല്. ഇവിടെ ഇനി മൊത്തം ഓൾട്ടോയ്ക്ക് വരെ നോക്കിയേ ബെഡാ വീലായിരിക്കും. കംഫർട്ടൊന്നും ഉണ്ടാവില്ല ഈ സാധനം ഓടിക്കും ഇത്രയും വൈഡാക്കി ഇടുമ്പോൾ. പക്ഷെ കാണുമ്പോൾ ചോദ്യ രസമാവും. കുറേ വണ്ടികളായി ഞങ്ങളിങ്ങനെ കാണുന്നു. ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന്. കാണിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കണവരല്ലേ, അറിയാലോ. പഞ്ചാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലേവിയിൽ കഴിയിട്ടുള്ളവർക്ക് അവർ പിന്നെ ഏത് വണ്ടിയായാലും അവർ നല്ല പെട്ടപ്പ ലുക്കാക്കും. നല്ല വീലൊക്കെ ഇട്ട് എൻ്റെ 470 വരെ കൊണ്ടോ ഞാൻ പ്ലഗായി പോയി പെട്ടെന്ന്. ഇവിടെ അങ്ങനെ ഒരു സീൻ ഉണ്ട് കേട്ടോ. ഇവരിപ്പോ എന്താ റോഡ് റൂൾസൊക്കെ ഭയങ്കര റോങ് ആണ് ഇവരുടെ. ഇവർ ഈ റൂട്ടിൽ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടും വരും. അതായത് ശരിക്കും വൺ വേ ആണല്ലോ, അവിടെ നിന്ന് ഇങ്ങോട്ട് അങ്ങനെയല്ല വരേണ്ടത്. പക്ഷേ ഇവർ ഈ വഴി തന്നെ വരും, ട്രാക്ടറും എല്ലാ വണ്ടിയും. അങ്ങനെയൊന്നും ഇല്ല. ഇപ്പോൾ ഇവർക്ക് ഇങ്ങോട്ട് പോകണം നോക്കിയേ, ഇവർക്ക് ഇറങ്ങി വരുമൊന്നുമില്ല. അവർ ഇതിൽ കൂടെ വരും, എന്നിട്ട് ഇങ്ങനെ കയറി പോകും. നമ്മൾ ചിലപ്പോൾ വടച്ച് പോയിട്ട് ഒരു ഓവർടേക്ക് കൂടെ കളിക്കുമ്പോൾ ലെഫ്റ്റിൽ കയറാൻ നിൽക്കണം. സമയത്ത് ഫ്രണ്ടിൽ നിന്ന് ലെഫ്റ്റ് റോഡ് നമ്മൾ ഫസ്റ്റ് ഒക്കെ ഫ്രീ ആവട്ടോ. പിന്നെ നമ്മൾ കയറാൻ നിൽക്കുമ്പോൾ ഓവർടേക്ക് നമ്മൾ അടിക്കും. അവിടെ ഒരു ട്രാക്ടറാ അല്ലെങ്കിൽ ടോറസാ ട്രെയിലറൊക്കെയാണ് ഇങ്ങനെ വരണത്. ചെറുവണ്ടികൾ ചെറുവണ്ടി മാത്രമല്ലേ, വലിയ വണ്ടി എല്ലാ വണ്ടിയും ബൈക്കും അതും ഇതൊക്കെ ഇങ്ങനെ റോങ് വരും അവർ. നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി പാലിമുളത്തിൽ വിട്ടു കഴിച്ചു. അതേപോലെ എന്തോരം പ്രീമിയം കാഴ്ച ഇവിടെ പഞ്ചാബിൽ കുറേ ഡിഫൻഡറുകളുടെ ചന്നം പിന്നെ കളി കേട്ടോ. എന്തോരം ഡിഫൻഡറെന്ന് അറിയാം, സമൃദ്ധി ഡിഫൻഡർ പോലെ ഞാൻ പിന്നെ കണ്ടൊരു വണ്ടിയാണ് പോണത്, സ്പ്ലെൻഡർ നോക്കിയേ. ഇപ്പൊ ഞാനൊരു 1000 എണ്ണം കണ്ടോന്ന് അറിയില്ല. അപ്പോൾ ഒക്കെ സ്പ്ലെൻഡർ, എല്ലാ സ്പ്ലെൻഡറും ഒരേ ലുക്കാട്ടാ. ഹാൻഡിൽ ഇങ്ങനെ ആക്കി വെച്ച് നമ്മളെ റീലിലൊക്കെ കാണാറില്ലേ, അതേ സെയിം ലുക്ക്. ബാക്കിൽ മൺകാടൊക്കെ എടുത്ത് കളഞ്ഞ് ആ ഒരു മൂഡ് സ്പ്ലെൻഡറൊക്കെ. എല്ലാ വണ്ടിയും മോഡിഫൈഡ് സ്പ്ലെൻഡർ പോലെ തന്നെ എണ്ണം കൂടുതലാണ് ഡിഫൻഡർ. കഴിച്ച് എന്തോരം ഡിഫൻഡറെന്ന് അറിയാം. പഞ്ചാബിൽ അഞ്ചിക്കൊഞ്ചും മണവാട്ടിപ്പെണ്ണാണു നീ മൈതാട്ടത്തിൽ. ഫ്രണ്ടിലൊരു ഫോർച്യൂണർ കൊണ്ടുപോയി. ഫോർച്യൂണറിൻ്റെ അല്ലേ നോക്കിയേ, ഏതാ മൂട് സാധനം നോക്കിയേ. സംഭവം പുറത്തേക്ക് തന്നെ ഓവറായിട്ട് നിൽക്കണില്ല കേട്ടോ. പക്ഷേ ലോ പ്രൊഫൈൽ ടയറും വലിയ അലോയി, ഒരു കോൺകേവ് ഒക്കെ ഷേപ്പ് അടിപൊളിയായിട്ടില്ലേ. ഇവിടെ എല്ലാ വണ്ടിയും മൂടാട്ടോ നോക്കിയേ. അതെ സ്വിഫ്റ്റ് പോണ് ഫ്രണ്ടിൽ, സ്വിഫ്റ്റിൻ്റെ അല്ലേ നോക്കിയേ മൂട്. എല്ലാ വണ്ടിയും മോഡിഫൈഡാ. അലോയിൻ്റെ കേസിൽ പോണേ ഇതിൽ വേറെ മൂടാട്ടോ. സ്കോർപ്പിയോ ഇത് പിന്നെ നോർമൽ അലോയാ. പഞ്ചാബികളുടെ ഐഡന്റിറ്റി അലോയ് ഉണ്ടല്ലോ, വലിയ അലോയില് ലോ പ്രൊഫൈൽ ടയർ, അത് വേറെ മൂട് തന്നെയാ. ഇതാ പോണു ആ ഫോർച്യൂണറിലുണ്ടോ വലിയ അലോയില് ലോ പ്രൊഫൈൽ ടയർ. സംഭവം അത് റിസ്ക്കാ. നല്ലൊരു ഗട്ടറിലാഞ്ഞ് വീണ് കഴിഞ്ഞാൽ അലോയ് പൊട്ടും, മനസ്സിലായോ? കാര്യം ഒന്നാമത് 2-2.25 ടൺ വെയിറ്റ് ഉണ്ട് ഫോർച്യൂണറിനായാലും സ്കോർപ്പിയോയ്ക്കായാലും ആ വലിയ വണ്ടികൾക്കൊക്കെ ഒട്ടുമിക്ക വണ്ടികൾക്ക് 2 സംതിങ് ടൺ വെയിറ്റ് ഉണ്ട്.
അത് നല്ലൊരു കട്ടറിൽ വന്ന് വീണ് കഴിഞ്ഞാൽ ഈ ലോ പ്രൊഫൈൽ ടയറല്ലേ എന്തായാലും അടിക്കും, അലോയ്ക്ക് ഇമ്പാക്ട് വരും, അലോയ് പൊട്ടും. പക്ഷെ കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ അത് വേറെ മുടങ്ങില്ല ഗൈസ്. ഏസെ വണ്ടി ഭ്രാന്തന് എനിക്കത് മനസ്സിലാവും. ബോലറോ ഏതാ സാധനം, ടയർ പുറത്താ ഗൈസ്. 4 ടയറും പുറത്താ, ടയറിന്റെ മുകളിൽ വണ്ടി കയറ്റിച്ച പോലെ ഉണ്ട്. സാധനം കാണാൻ ഭംഗിയുണ്ട് കേട്ടാ. ഇവിടുത്തെ അപ്പന്മാര് വണ്ടി ഓടിക്കണൊക്കെ സീനാ. ഇൻഡിക്കേറ്റർ ഇടില്ല, നോക്കൂല്ല, ഒന്നുമില്ല. അണ്ണന്മാര് വണ്ടി ഓടിക്കണ പോലെ ഒരു വരവാണ്ട് വരും. അണ്ണന്മാരിൽ ഗുണം കണ്ടില്ലേ, എവിടേക്ക് നോക്കുന്നില്ല. അവർ അവരുടെ എയിം അല്ലെങ്കിൽ അവരുടെ ഒരു പോയിന്റ് വ്യൂ, റൈറ്റ് ലെഫ്റ്റ് ഒന്നും നോക്കില്ല. അവർക്ക് എങ്ങനെയാണ് പോകണ്ട അങ്ങോട്ട് മാത്രമേ നോക്കുള്ളൂ. അവര് വണ്ടി വരുന്നുണ്ടാകുന്നില്ല. വണ്ടി ഇടിക്കണമെങ്കിൽ നമ്മൾ ചവിടണം, ആ മൂടാണ്. ഓക്കെ, അപ്പൊ അത് കാരണം ഇവിടെ വണ്ടി ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഗൈസ്. എനിക്കൊരു ശ്രദ്ധയില്ല വണ്ടി ഓടിക്കണേ. ഈ സ്കൂട്ടി പറഞ്ഞ ആൾക്കാരെ ചേട്ടാ പറഞ്ഞേ, അല്ലാതെ എല്ലാവരുടെ കാര്യമല്ല. നല്ല അടിപൊളിയായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് ഓടിക്കണ ആൾക്കാരുണ്ട് ഇവിടെ. സെയിം ടൈം നമ്മുടെ നാട്ടിലുള്ള പോലൊക്കെ തന്നെ നല്ലവരുണ്ട് പൊട്ടവരുണ്ട് പറയില്ല, അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ ഓടിക്കുന്ന ആൾക്കാരുണ്ട്. സെയിം വേ റോങ് ആയിട്ട് ഓടിക്കണവരുണ്ട്, അതുപോലെ തന്നെ ഇവിടെ. പക്ഷേ ഇവിടെ കുറച്ച് കൂടുതലാന്ന് തോന്നുന്നു. നമ്മളിടയ്ക്ക് ഹോൺ അടിച്ചാലെങ്കിലും തിരിഞ്ഞു നോക്കും, ഇതൊന്നും വണ്ടി തിരിഞ്ഞു നോക്കുന്നില്ല. ഇനിയിപ്പോൾ മറ്റേ സാധനം തലയിൽ ചുറ്റിയുള്ള കാരണം ചെവിടെ വെക്കാത്താണെന്തോ. എന്തായാലും നമ്മൾ കെയർഫുള്ളായിട്ട് ഓടിക്കണം. പുതിയ സ്കോർപ്പിയോ, അതിൻ്റെ ആ ലെവിയിലൊന്നും നോക്കണ്ട. പെടവീല പക്ഷെ അത് പുറത്തേക്ക് വലുതായിട്ട് ഓവറായിട്ടില്ല. കണ്ടോ, ജോലി ഫീൽ ഇഷ്ടമാണ് നോക്കിയേ. വീല് നോക്കിയിട്ട് ഇപ്പോൾ ഓട്ടോറിക്ഷ കൊടയാനേ. ഇവിടെ എല്ലാവരും പുതിയ മോഡൽ സ്കോർപ്പിയോ, നമ്മുടെ നാട്ടിലൊക്കെ ഈ മോഡൽ സ്കോർപ്പിയോ അല്ലേ, ഇതിപ്പോൾ മറ്റേ പുതിയ മോഡൽ സ്കോർപ്പിയോ കേട്ടോ, മറ്റേ ബട്ടർഫ്ലൈ ലോഗോ ആയിട്ടുള്ള പുതിയ ലോഗോ ആയിട്ട് വന്നിട്ടുള്ള പുതിയ വണ്ടിയാണ് അത്. ഇതെന്തോരാന്ന് പറയും ഇവിടെ നമ്മുടെ അവിടെ ഒന്നും ഈ മോഡൽ സ്കോർപ്പിയോ ഇത്ര അധികം ഞാൻ കണ്ടിട്ടില്ല കേട്ടാ. ഇത്രയും സക്സസ് അല്ല നമ്മുടെ അവിടെ നിന്ന് ഈ സ്കോർപ്പിയോ. പക്ഷെ ഇവിടെ മക്കളെ സ്കോർപ്പിയോ കിങ്ങാ. അതേ കാര്യത്തില് എന്തോരം സ്കോർപ്പിയോസ് എന്ന് പറയൂ, ലോട്ട് ഓഫ് സ്കോർപ്പിയോ. അതും പുതിയ വണ്ടികളാണ്, പഴയ വണ്ടികളല്ല കേട്ടാ. പുതിയ മറ്റേ ബട്ടർഫ്ലൈ ലോഗോ ആയിട്ടുള്ള വരുന്ന പുതിയ വണ്ടികൾ, അത് കൊള്ളാം. ലോട്ട് ഓഫ് സ്കോർപ്പിയോസ് ഹിയർ ഗൈസ്. അതെല്ലാം ലെവിയിലൊക്കെ കിട്ടി നല്ല മോഡ് ചെയ്ത വണ്ടികൾ. ഈ എലാന്ത്രയുടെ വീലെന്തെങ്ങനെ അത് ശ്രദ്ധിച്ചില്ലേ? ബാക്ക് വീൽ ഇരിക്കണ നോക്കിട്ടാ, പഴയ ഒരു ഓട്ടല്ലേ, ഒരു ആപ്പയുടെ വേട എലാന്ത്ര, അതിന്റെ ബാക്ക് വീല് നോക്ക്, ആപ്പ ഓട്ടർഷ പോലെ. ആപ്പയുടെ ഉള്ളിക്ക് ഇത് പുറത്തേക്ക് എരിയണു. ഏയ് നാശായിട്ടുള്ള ഈ വണ്ടി അറിയില്ലേ എലാന്ത്ര? ടൊയോട്ടല്ല, ഹ്യുണ്ടായുടെ. ഫ്രണ്ടിൽ നല്ല സ്വിഫ്റ്റ് നോക്കിയ ഗൈസ്, ലിഫ്റ്റ് ചെയ്തിട്ട് ഏതാ മൂടില്ലേ വണ്ടി ലിഫ്റ്റ് ചെയ്തേക്കാണ് കേട്ടോ. ഹൈവേയിൽ മാത്രല്ല, ഞാൻ നോക്കുമ്പോഴേ സ്വിഫ്റ്റ് ഒരുമാതിരി മറ്റേ ഫോർച്യൂണറിന്റെ കാൽഭാഗം ഹൈറ്റ് വരുന്നത്. എന്തപ്പത് നോക്കുമ്പോ ആശാൻ നല്ല ലിഫ്റ്റ് ചെയ്തേക്ക് നൈസായിട്ട്. എയർ സസ്പെൻഷൻ ആവുന്നുണ്ട്, ബാക്ക് പൊന്തിട്ട് ഫ്രണ്ട് തന്നിട്ട്. എവിടെ വേറെ മൂടെ ചേട്ടാ, വണ്ടി പ്രാന്തമാരെ ലോക പോയി വരണം. നമ്മളങ്ങനെ പഞ്ചാബിൽ എത്തി. പഞ്ചാബിൽ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു കേട്ടോ. ഇന്നലെ പിന്നെ ഗോപ്രോ ഓഫ് ആയത് കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങളിത് പഞ്ചാബിൽ നിന്ന് ഇറങ്ങാണ്, സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഇവിടെ വേറെ മൂടാണ് കേട്ടോ, ഇവിടുത്തെ എല്ലാ വണ്ടികളും സീനാണ് ഗൈസ്. ഓക്കെ, നമുക്ക് ഇനി ഇവിടുന്ന് ഇറങ്ങിയിട്ടുള്ള വിശേഷങ്ങളാണ്. ഇന്ന് ഹെഡ് ചെയ്യാൻ പോകുന്നത് മിസ്റ്റർക്കാണ്, മിസ്റ്റർ ഗോൾഡൻ ടെമ്പിൾ ആൻഡ് വാഗ ബോർഡർ. ഓക്കെ, അപ്പോൾ നമ്മൾ പഞ്ചാബിലെ ലുധിയാനയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് വാങ്ങേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്, ഗോപ്രോൻ്റെ ആക്സസറീസ്, പിന്നെ അതേപോലെ തന്നെ ഫോണിൻ്റെ കാര്യം റെഡിയാക്കാൻ നടന്നു. അപ്പോൾ അതൊക്കെ റെഡിയാക്കി എല്ലാം സെറ്റായിട്ടുണ്ട്. ഇപ്പം നേരെ നമ്മൾ ഗോൾഡൻ ടെമ്പിൾ അമിസ്റ്റർ. ഓക്കെ, ഇവിടെ പഞ്ചാബിലത്തെ അമിസ്റ്ററിൻ്റെ വീഡിയോ വേറൊരു വീഡിയോ ആയിരിക്കും കേട്ടോ. ഞാൻ ഇപ്പോൾ ഈ പഞ്ചാബിലത്തെ കുറച്ച് ഈ ലുധിയാനയിലത്തെ വണ്ടികളുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. മോഡിഫൈഡ് വണ്ടികളാണ് കഴിച്ച എല്ലാം, അല്ല വീൽസൊക്കെ ഇട്ട് വേറെ തന്നെ മൂട്. ലുധിയാന അതേതാന. ലുധിയാന ഞാൻ കണ്ടെടുത്തോളം ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ സ്ഥലമാണ് കേട്ടോ. ഭയങ്കര വൃത്തിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു സ്ഥലമാണ് കേട്ടോ ലുധിയാന.
കണ്ടിട്ടേ പഞ്ചാബ് കണ്ടപ്പോൾ ഭയങ്കര സ്വർഗം പോലെയാണ് പഞ്ചാബ് എന്ത് വൃത്തിയാടോ, നീറ്റ് ആൻഡ് ക്ലീൻ സ്ഥലം, അടിപൊളി സ്ഥലം. ഇവിടുത്തെ ആൾക്കാരും അതിങ്ങനെ ക്ലീൻ ആയിട്ട് തന്നെ സൂക്ഷിക്കണൊക്കെ ഉണ്ട് കഴിച്ച്. പക്ഷേ ഡൽഹി എൻ്റെ പോനടാവേ, എങ്ങനെയാലും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നാണെന്ന് എനിക്ക്. അത്രയും വൃത്തിയുടെ സ്ഥലം. അത് തന്നെ ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതൽ പഞ്ചാബിലുള്ള വണ്ടിയാണ് പോണത്. ക്രെറ്റ ദൂരം കറക്റ്റാണ് കൈസ്, ചന്നം പിന്നെ ക്രെറ്റാസ്. ജലന്ധർ, സിക്കന്ദർ കണ്ടോ സിറ്റിയൊക്കെ നോക്കിയേ, ഏതാ ക്ലീൻ നോക്കിയേ. പിന്നെ ഈ ക്രെറ്റയുടെ പോലെ ഏറ്റവും കൂടുതലുള്ള വണ്ടിയാണ് സ്കോർപ്പിയോ. പക്ഷെ എൻ്റെ മോനെ സ്കോർപ്പിയോൻ്റെ എന്ത് കളിയാണെന്നറിയോ ഇവിടെ. അതേപോലെ ഇവിടുത്തെ പോലീസിൻ്റെ വണ്ടിയാണെന്നറിയോ, മറ്റേത് ഹൈലക്സ് എന്നല്ല പറഞ്ഞിട്ടുണ്ടായത്. കട്ടക്കണ സ്കോർപ്പിയോ നോക്കിയേ, അതിൻ്റെ വീല് നോക്കിട്ടാ മൂട് നോക്കിയേ. പക്ഷെ എൻ്റെ മോനെ കിടിലൻ സാധനം. ഹൈവ കറക്റ്റാണ് വീല്. എല്ലാ വണ്ടിക്കും ഒട്ടും എല്ലാ വണ്ടികൾക്കും വീലുണ്ട് കേട്ടോ, പെട്ട വീൽസ് എല്ലാം. പഞ്ചാബിൽ കയറിയിട്ട് അലവില്ലാത്ത വണ്ടികൾ കാണാണ്ടിരിക്കില്ല എന്തായാലും. ഇതേ കിടക്കണമെങ്കിൽ ലെഫ്റ്റിലൊരു താറ്, ടയർ 4 പുറത്താ. പെട്ട വീല് പെട്ട സാധനം ഉണ്ടായി. അതിൻ്റെ വീല് കിട്ടില്ല സാധനം. നോക്കിയേ, നൈസ് വീൽസ് കേട്ടോ. ഇന്നലെ ഞങ്ങൾ ഇതുപോലെ ഒരു സ്കോർപ്പിയോ ഉണ്ട്, സ്കോർപ്പിയോ അല്ലേ ഫോർച്യൂണർ കഴിച്ചു. പക്ഷെ എൻ്റെ പൊന്നെ ടയറിൻ്റെ പ്രൊഫൈലില്ല എന്ന് പറയാം. അമ്മ രീതിയിലൊക്കെ ഇട്ടിട്ടൊരു സാധനം സ്റ്റാർ ഓടിക്കുന്നൊരു സുഖം ഉണ്ടാവില്ല. പക്ഷെ കാണാൻ മക്കളെ എന്തൊരു രസമെന്നറിയാം. അപ്പം ഇത് പഞ്ചാബിക്ക് നമ്മൾ ലുധിയാനയ്ക്ക് വേണത് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. POV സെക്ഷനാണ് കൂടുതലും, ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ ലുധിയാന സിറ്റികളിലുള്ളിൽ നിന്ന് നൈസായിട്ട് ഹൈവേയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടുത്തുള്ളൊരു ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോളൊന്ന് ഫില്ല് ചെയ്യണം. ഇത് കഴിഞ്ഞാൽ പിന്നെ ടെൻഷനില്ല ഗൈസ്. നേരെ വാഗാ ബോർഡർ, അതിൻ്റെ ഇഷ്ടം. ശരിക്കും ഈ വാഗാ ബോർഡറിൽ ഭയങ്കര ക്രൗഡൊക്കെ ആയതുകൊണ്ട്, അതേപോലെ തന്നെ വേറൊരു ബോർഡറും കൂടി ഉണ്ട് ഗൈസ്, പരേഡൊക്കെ നടക്കണത്. അവിടെ അത്രയും ക്രൗഡഡ് അല്ല. നമ്മൾ ആക്ച്വലി അവിടേക്കും കൂടി പോകുന്നുണ്ട് കേട്ടോ. അത് ഈ അമിസ്റ്റർ 10-ാം കോട്ടൊക്കെ കഴിഞ്ഞിട്ടാണ്. കറക്റ്റ് സ്ഥലത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ഞാൻ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട് ഗൈസ്, നമുക്ക് കാണാം. സൺവ്യൂ ബംഗ്ലാവ്. അതെന്തൊരു സൗണ്ട്. ഡിസൈറിൻ്റെ ലൈവിലേക്ക് പെട്ട സാധനം. ഇതല്ലേ നമ്മൾ ഇന്ധനം ഫുള്ളാക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ നേരെ ഹൈവേ പിടിച്ച് പോവുകയാണ്. ഏതൊരു എസ്റ്റേറ്റ് ആണല്ലോ. ഇവിടത്തെ വീടുകളൊക്കെ കിടിലൻ വീടുകളാട്ടോ. പഞ്ചാബിത്തെ വീടുകളൊക്കെ നല്ല വീടുകളാട്ടോ. പെട്ട വീടുകളുണ്ട് ഇവിടെ. അമിസ്റ്ററാണ് നമ്മുടെ ഹെഡിങ്. അപ്പൊ അതൊക്കെ മോനെ പുതിയൊരു താർ റോക്സ് പോകണമെങ്കിൽ നമ്മുടെ GLS അതുപോലെ S-ക്ലാസ്സിനൊക്കെ വരുന്ന വീലില്ലേ, പെട്ട വീല്. ആ സാധനം ഇട്ട് പോകണമെങ്കിൽ. പക്ഷെ എൻ്റെ മോൻ എന്ത് രസമുള്ള വീല് കാണാൻ. അത് ഈ വണ്ടിക്ക് വന്നപ്പോ താർ റോക്സ് ആണ് കേട്ടത്. നോക്കിയേ ഏതാ മൂട് പൊളിച്ചു.
അത് ഒറിജിനലാവുന്നുണ്ട്. അതിന്റെ ലോഗോ തന്നെ ലോഗോ ഒക്കെ അങ്ങനെ തന്നെ നിൽക്കുക. നമ്മുടെ റോൾസ് റോയ്സിന്റെ ഒക്കെ ലോഗോ നിൽക്കില്ലേ, അത് കൂട്ട് ബെൻസിന്റെ അങ്ങനെ തന്നെ. എന്നാലും ഞാൻ പറയുമ്പോൾ മനസ്സിലാവാൻ പെട്ടെന്ന് പറഞ്ഞേ ഉള്ളൂ. ലോഗോ ഒന്നും തിരിയണില്ല, വീല് മാത്രമേ തിരിയണുള്ളൂ. ലോഗോ അങ്ങനെ തന്നെ നിൽക്കട്ടാ. ഒറിജിനൽ ഞാൻ തോന്നുന്നുണ്ട്. സാധനം ഭയങ്കര രസമുണ്ട് ഗൈസ്. റോക്സം ഒന്നുകൂടി വലിപ്പായില്ല വണ്ടി. ചോദ്യ വീലും കൂടി ആയി പോകും. എന്ത് ഭംഗിയ കാണാൻ. എന്നിട്ട് പോണ നോക്കി ഗൈസ്. പെട്ട സാധനം ഏക സീൻ നോക്കിയേ. വെടിയുണ്ട സാധനം. അപ്പം അതൊക്കെയാണ് ലുധിയാനയ്ക്ക് വരേണ്ടത്. ലുധിയാനയ്ക്ക് വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ. ഇതൊരു ചെറിയ വീഡിയോ ആണ് സുഹൃത്തുക്കളെ. ഓക്കെ, കൂടുതലും POV സെക്ഷൻ ആയിരിക്കും ഈ വീഡിയോയിൽ ഉണ്ടാവുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നല്ല ചൂടൊക്കെ ഉണ്ട് പഞ്ചാബിൽ. അപ്പോൾ അതുവരേക്കും ബൈ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.